ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പം മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റിലയൻസിനാണ് കേട്ടോ മുന്തിരിങ്ങ വാങ്ങിച്ചിട്ടുള്ളത്. 1 കിലോ മുന്തിരിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ദാണ്ടേ മുന്തിരി നല്ലോണം കഴുകി നമ്മളുടെ വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നല്ലൊരു തുണി കൊണ്ട് അത് തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അടിപൊളി ഒരു വൈൻ നമുക്ക് തയ്യാറാക്കാം. ഇത് 3 ദിവസം സെറ്റാവാൻ മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് എന്താ പറയുക, നല്ല അടിപൊളി ഒരു വൈനാണ് കേട്ടോ. അപ്പം നമ്മൾ ആ മുന്തിരിങ്ങ എല്ലാം എടുത്ത് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ജ്യൂസാക്കിയൊന്നും എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വിധത്തിലൊന്ന് ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വൈൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി വേണ്ടത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. 10 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു വൈന്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3/4 കിലോ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ചേർക്കുക. അപ്പം 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 3/4 കിലോ പഞ്ചസാര ചേർക്കുക. മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരതൊക്കെ അവരോരോ ഇഷ്ടത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളറും ചെറുതും നല്ല അടിപൊളി കളറിൽ തന്നെ ആട്ടോ, നമ്മൾ കളറിൽ ആണ് ഈ വൈൻ കിട്ടുന്നത്. വീഡിയോ നമ്മൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈൻ തന്നെയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പട്ടയൊക്കെയാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ പട്ടയും ഗ്രാമ്പൂവും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിനകത്തിന് വേറെ ഒന്നും നമ്മളിനി ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ നമ്മൾ ഒരു ഇതും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഈസ്റ്റും കൂടി ചേർക്കണം. ഒരുപാട് ഈസ്റ്റ് ആയി പോയി കേട്ടോ. ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാൽ പതഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈസ്റ്റ് കുറച്ച് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, വൈൻ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണുക കേട്ടോ. നമ്മളെല്ലാ വർഷവും നമ്മൾ വീട്ടിൽ ഈ വൈൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. നമ്മൾ ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു കരണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ 3 ദിവസവും നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഇല്ലാത്തൊരു കരണ്ടി തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തോർത്തുകൊണ്ട് നല്ലൊരു തുണി കൊണ്ട് നമുക്കിതൊന്ന് കെട്ടിവെക്കാം. കെട്ടിവെച്ച് നമ്മളിപ്പോൾ രാവിലെ ആട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് ഇളക്കി നമുക്കിത് ഒന്നും കൂടി ഇളക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലൊരു തുണി വെച്ച് നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല മുറുക്കി കെട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു സ്ഥലത്തെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ആരും പെട്ടെന്നൊന്നും എടുക്കാത്ത രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളിതൊന്ന് തുറന്നിട്ട് കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഈസ്റ്റ് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 3 ദിവസം നമ്മളിത് കണക്ക് ആഡ് ചെയ്ത് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ 3 ദിവസം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളതിന് കുറച്ചുകൂടെ പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഇതാണ്. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഈസ്റ്റ്, പഞ്ചസാര കേട്ടോ. ഇത് മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ അടച്ച് വെച്ച് നമുക്കൊരു 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കെട്ടി വെച്ച് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പം ഇങ്ങനെ വരുമെന്ന് നമുക്കതിൻ്റെ കളറും എല്ലാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മളുടെ വൈൻ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചൊന്ന് അരിച്ച് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ചെടുത്ത് ഒരു പാത്രത്തിനകത്ത് അരിക്കുവാണ്. എൻ്റെ ഇളയ കുട്ടി അവിടെ നിൽപ്പുണ്ട് കേട്ടോ, അവളിങ്ങനെ നോക്കുകയാണ്. കുട്ടികൾക്ക് കൊടുക്കാമല്ലോ നമുക്കിത് ഫ്രഷ് അതിനകത്ത് വേറെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാം. അപ്പം അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് നല്ല കളറിലാണ് കേട്ടോ നമ്മുടെ വൈൻ റെഡിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ വൈൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താഴെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. അപ്പം നല്ല ടേസ്റ്റുമാണ്, നല്ല കളറുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻസൊക്കെ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണം, നല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കളറാണ് കേട്ടോ, കണ്ടോ, ഈ കളർ തന്നെ കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പം നമ്മൾ കുടിച്ചൊന്ന് നോക്കിയിട്ടോ, കുടിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.